വെള്ളിത്തിരയിലെ വെള്ളി വെളിച്ചത്തിനും ആർപ്പുവിളികൾക്കുമപ്പുറം ഒരൊറ്റ സിനിമ കൊണ്ട് ജീവിതം തന്നെ വഴിമുട്ടിപ്പോയ ഒരു നടനാണ് സുബീഷ് സുധി. ജൂനിയർ ആർട്ടിസ്റ്റായി വന്ന് 80-ൽ അധികം സിനിമകളിൽ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത താരം. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമയിലൂടെ നായകനായി മാറിയപ്പോൾ അദ്ദേഹം കരുതിയത് തൻ്റെ സ്വപ്നങ്ങളുടെ തുടക്കം എന്നതാണ്. എന്നാൽ ഇന്ന് കടക്കെണിയുടെയും ജപ്തിയുടെയും നടുവിൽ സ്വന്തം നിഴലിനെ പോലും ഭയന്ന് കഴിയുകയാണ് ഈ കലാകാരൻ. മലയാളി പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ പ്രേമലവും മഞ്ഞുമ്മൽ ബോയ്സും തിയേറ്ററുകളിൽ ഭരിക്കുന്ന സമയത്താണ് സുബീഷ് സുധി നായകനായ ചിത്രം റിലീസ് ചെയ്തത്. തിയേറ്ററുകളിൽ വലിയ തരംഗമുണ്ടാക്കാൻ സാധിച്ചില്ല എങ്കിലും കണ്ട പ്രേക്ഷകരെല്ലാം സിനിമയെ പ്രശംസിച്ചു. ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങൾ സിനിമയ്ക്ക് മികച്ച റേറ്റിംഗ് തന്നെ നൽകി. തിയേറ്ററിൽ നഷ്ടം വന്നാലും OTT പ്ലാറ്റ്ഫോമിലൂടെ സിനിമ തിരിച്ചു പിടിക്കാം എന്നതായിരുന്നു സുബീഷിൻ്റെയും പ്രൊഡ്യൂസർമാരുടെയും പ്രതീക്ഷ. എന്നാൽ അവിടെയാണ് സിനിമയിലെ ചില അദൃശ്യ ശക്തികളുടെ കളി തുടങ്ങിയത്. ചില വ്യക്തികളുടെ വാശി കാരണം സിനിമയ്ക്ക് OTT റിലീസ് നിഷേധിക്കപ്പെട്ടു. സിനിമ എങ്ങനെയെങ്കിലും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സുബീഷ് ബോംബെയിലും ചെന്നൈയിലുമായി മാസങ്ങളോളം അലഞ്ഞു. ഇതിനിടയിൽ OTT റിലീസ് ശരിയാക്കി നൽകാം എന്നു പറഞ്ഞു പറ്റിച്ച ഏജൻറ്റുമാർക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് നൽകേണ്ടി വന്നത്. കടം വാങ്ങി തുടങ്ങിയ ഈ ഓട്ടം അവസാനം കോടികളുടെ കടബാധ്യതയിലേക്കാണ് സുബീഷിനെ എത്തിച്ചത്. സ്വന്തം മരുമകൻ്റെ ഉപരിപഠനം പോലും മുടങ്ങിപ്പോയിരുന്നു ആ നിമിഷം. ദിവസവും വരുന്ന നൂറുകണക്കിന് കടക്കാരുടെ ഫോൺ കോൾ കെട്ടുകളാണ് ഒടുവിൽ അറസ്റ്റ് വാറണ്ട് വരെ അദ്ദേഹത്തെ തേടിയെത്തി. ആരും സഹായിക്കാനില്ലാതെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ഒരു രാത്രിയിൽ സുബീഷ് തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. തൻ്റെ സുഹൃത്തിന് കത്തെഴുതി വെച്ച് തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. എന്നാൽ ഭാഗ്യം കൊണ്ടും പോലീസിൻ്റെ കൃത്യമായ ഇടപെടൽ കൊണ്ടും അന്ന് ആ ജീവൻ രക്ഷപ്പെട്ടു. പിന്നീട് കൊച്ചിയിൽ വെച്ച് DCP ജെജി മാഡം സുബീഷിനെ വിളിപ്പിച്ച് സംസാരിക്കുകയും ഒളിച്ചോടുകയല്ല, മറിച്ച് ഈ അവസ്ഥ സമൂഹത്തിനോട് തുറന്നു പറയുകയുമാണ് വേണ്ടതെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ആ വാക്കുകളാണ് ഇന്ന് സുബീഷിനെ നമ്മളിൽ മുമ്പിലേക്ക് എത്തിച്ചത്. ഇന്ന് സുബീഷിൻ്റെ കൂട്ട് സുഹൃത്തുക്കളുടെ കരുതലാണ്. സിനിമ വീണ്ടും റിലീസായി തിയേറ്ററിൽ എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ കലാകാരൻ. ഇനിയും തോറ്റുകൊടുക്കാൻ അദ്ദേഹത്തിന് മനസ്സില്ല. പ്രതിസന്ധികളിൽ വീണുപോയ ഒരു നല്ല മനുഷ്യനെ, ഒരു നല്ല നടനെ തിരികെ കൊണ്ടുവരാൻ മലയാളി പ്രേക്ഷകരായ നമുക്കും ഒപ്പം കൂടാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക.